നമസ്കാരം പ്രിയമുള്ളവരെ. രണ്ട് പ്രധാന സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതിലൊന്ന് ഏകദേശം 7 വർഷത്തിലധികമായി നടന്ന ഒരു കേസിൻ്റെ വിചാരണ. അവിടെ പിച്ചു ചീന്തപ്പെട്ടത് കേരള സമൂഹത്തിൻ്റെ സ്ത്രീത്വമാണ് ഒരു വണ്ടിക്കുള്ളിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും അതിന് കാരണക്കാരനായ മനുഷ്യൻ എന്ന് പറയുന്ന മലയാള സിനിമയിലെ നടനാണെന്നുമാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിന് ഇന്ന് വരെ കോടതി അയാളെ വെറുതെ വിട്ടിട്ട് പോലും യാതൊരുവിധ മാറ്റവുമില്ല ജനങ്ങളുടെ ഇടയിൽ, വിശേഷിച്ച് സ്ത്രീകളുടെ ഇടയിൽ എന്നുള്ളതാണ് സത്യം. പല പുരുഷന്മാരും, പ്രസിദ്ധരായ പലരും, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അയാളുടെ സിനിമ ഞാൻ അതിനുശേഷം കണ്ടിട്ടില്ല. അത്രമാത്രം ജനം അടിവരെ വിട്ട് വിശ്വസിക്കുന്നു അയാൾ ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ കഥാപാത്രം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, നല്ല വാചാലമായി സംസാരിക്കുന്ന ചെറുപ്പക്കാരൻ. അയാൾ ഒന്നിലധികം സ്ത്രീകളെ റേപ്പ് ചെയ്തിരിക്കുന്നു. പല സ്ത്രീകളോടും അയാൾ മോശമായി പെരുമാറിയിരിക്കുന്നു. പല സ്ത്രീകൾക്കും മെസ്സേജ് അയച്ചിരിക്കുന്നു, സമയമല്ലാത്ത അസമയത്ത് പോലും എന്നൊക്കെയുള്ളതാണ് ചർച്ച. രണ്ട് വിഷയങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ ഒരാൾ പൊതുസമൂഹത്തിൽ പൊതുജനത്തിൻ്റെ പണം കൊണ്ട് പൊതുജനങ്ങൾ സിനിമ കണ്ട് ആ സിനിമയിലൂടെ വളർന്നു വലുതായി അതിലൂടെ മാത്രം കോടികൾ സമ്പാദിച്ചൊരു മനുഷ്യൻ, മറ്റൊരാൾ കുടുംബ പശ്ചാത്തലത്തിലൂടെ ജീവിക്കാനുള്ള സാഹചര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. സെൻറ്റ് സ്റ്റീഫൻസ് പോലുള്ള കോളേജിൽ പോയി പഠിച്ച് അതിൻ്റെ പ്രോഡക്റ്റായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വാക്ചാതുര്യത്തോടുകൂടി എതിരാളികളെ നഖശികാന്തം എതിർക്കണമെങ്കിൽ നന്നായി പഠിച്ച് ഗൃഹപാഠം ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ വന്ന് പൊതുസമൂഹം മുഴുവൻ എതിർപ്പോടുകൂടി കാണുന്ന ഒരു വ്യക്തിയെ അയാളുടെ മുഖത്ത് നോക്കി എടോ വിജയ, വാഴേ, മരവാഴ എന്നൊക്കെ വിളിച്ചപ്പോൾ ഈ സമൂഹത്തിലെ ആൾക്കാർ എന്താണോ ആ വ്യക്തിയെ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അത് പറയുവാൻ ഒരാളുണ്ടായി, ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടായി എന്ന ബോധം അവർക്കുണ്ടായി എന്നുള്ളതാണ് രാഹുലിനെ ജനങ്ങളിലേക്ക് ആദ്യം അടുപ്പിച്ചൊരു കാര്യം. 2021 തെരഞ്ഞെടുപ്പ് സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചയിൽ വരുന്നത്. നിരവധി പേപ്പറുകളും ഒക്കെ വരികയും തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ 1, 2, 3 ദിവസം കൊണ്ട് തന്നെ എല്ലാ ചാനലിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആവശ്യം വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഒരു നീഡി ക്യാരക്ടറായി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചയ്ക്ക് എന്നുള്ളതാണ് സംഭവിച്ചൊരു കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉപബോധ മനസ്സിൽ അറിയാതെയോ അറിഞ്ഞോ കയറിപ്പോകുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊന്നിനെ നമുക്ക് പിണറായി വിജയനായി കാണാം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന സമയം തൊട്ട് നാൾ വരെയുള്ള ജനങ്ങൾ കാണുന്നത് ഒരു അഴിമതിക്കാരനായ വ്യക്തിയായിട്ടാണ്, ധാർഷ്ട്രീയക്കാരനായ വ്യക്തിയായിട്ടാണ്. കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന കൊലപാതകങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച അദ്ദേഹമാണെന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് എന്നേ വെറുത്തിരുന്നു. അന്നും വെറുത്തു, ഇന്നും വെറുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ വെറുക്കാനുണ്ടായ ഏറ്റവും വലിയ കാര്യം, വളരെ മാന്യനായ ഒരു മനുഷ്യനെ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ വൃത്തികെട്ടവനായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ മരണശേഷം പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികൾ ഇന്നും നിയമസഭയ്ക്കകത്തും പുറത്തും വളരെ മ്ലേച്ഛമായ രീതിയിൽ, മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിചാരങ്ങളും അദ്ദേഹം ഭരണത്തിന് വേണ്ടി അദ്ദേഹത്തോട് കാണിച്ച ക്രൂരതയും സ്ത്രീ സമൂഹത്തിന് മുമ്പിൽ ഒരു തീപ്പൊരിയായി ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിലെ വോട്ടേജ് ശതമാനം നോക്കുമ്പോൾ 1, 2, 3% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഭരണം മാറിക്കൊണ്ടിരിക്കുന്നത്. 2021 ഭരണമാറ്റം എന്ന് പറയുന്ന സമയത്ത് ഉണ്ടായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളായ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് CPM പലയിടത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ട്. ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് ജയിച്ച പാലക്കാട് പോലും SIR വന്നതിന് ശേഷം പല BJP ആൾക്കാരും അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ അവിടുത്തെ BLOമാർ കഴിഞ്ഞിട്ടില്ല എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം പടവെട്ടിക്കൊണ്ടാണ് ഇതിനെയെല്ലാം നേരെ നേർക്ക് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് അയാൾ പൊതുജനത്തിന് മുമ്പിൽ, സ്ത്രീകളുടെ മുമ്പിൽ, അമ്മമാരുടെ മുമ്പിൽ ഒരു മകനായി, സഹോദരനായി ഒക്കെ അവതരിച്ചു. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എമ്പതിയുള്ളൊരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായപ്പെടാൻ എനിക്ക് കഴിയുകയുമില്ല. അത് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ദൂരെ നിന്ന് കണ്ട് പഠിക്കുന്ന ഒരാൾക്ക് ആർക്കും മനസ്സിലാകും എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവിടെ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. ആ സംഭവിച്ച കാര്യങ്ങൾ പൊതുസമൂഹം എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റെടുത്തു? രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനാണ്, അയാൾക്ക് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരിക്കാം, അയാൾ ഒരു പക്ഷേ ഒരു സ്ത്രീയോടൊപ്പം പോയി ശയിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ അംഗീകരിക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ മേളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പ്രശ്നം വന്നതിന് ശേഷം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ ആൾക്കാർ അന്താളിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് വരുന്ന വാർത്തയിൽ
തൻ്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി MLAക്ക് മെസ്സേജ് അയക്കുകയും MLA വിളിക്കുകയും ചെയ്ത ഒരു പൊതു രംഗത്ത് തന്നെ നിൽക്കുന്ന ഒരു വനിതയാണ് ഇതിലെ പരാതിക്കാരി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംശയമുണ്ടായത്. ആ സംശയം വളർന്നു വരുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതകളെ കൊണ്ട് പരാതി ഏൽപ്പിച്ചു ഇയാൾക്കെതിരെയുള്ള കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകൾ. അങ്ങനെ വന്ന സമയത്ത് രണ്ട് പ്രമുഖരായ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഉടുപ്പ് തയ്ച്ചിരിക്കുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തലയും മാറി മാറി ഈ വിഷയത്തിൽ ഇടപെടിച്ച് വൃത്തികേട് രീതിയിൽ കളിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാളെ രാജിവെപ്പിച്ചു. കൂടാതെ കോൺഗ്രസിൻ്റെ എന്നോ ഉണ്ടായിരുന്ന ഒരു MPയുടെ മകളുമായി ഇയാൾക്ക് എന്തോ ബന്ധമുണ്ടായിരുന്നെന്നും അവൾ ഡ്രോമയിലാണെന്നൊക്കെയുള്ള പുതിയ കഥ വന്നു. കൂടാതെ ചാനൽ അവതാരകർ അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഇതിനെ എത്രമാത്രം വൃത്തികെട്ട രീതിയിലാക്കാമോ അത്രമാത്രം വൃത്തികേടാക്കി മാറ്റി. ലോകത്തൊരു പുരുഷനും ഇന്ന് വരെ ഒരു സ്ത്രീയോടും കാണിക്കാത്ത രീതിയിലുള്ള, അതായത് ഇഷ്ടത്തോടു കൂടി കിടന്നുകൂടുന്നപ്പോഴും അല്ലാത്ത കിടന്ന ആളിൻ്റെ അടുത്ത് പോലും വളരെ മ്ലേച്ഛമായ രീതിയിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു ചെറുപ്പക്കാരനില്ല എന്ന രീതിയിൽ ഇവിടുത്തെ മലയാളത്തിലെ ചാനലുകളെല്ലാം തന്നെ വെച്ചു. ഈ ചാനലുകളൊക്കെ തന്നെ അന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ചാനൽ ഞങ്ങൾ കാണാറില്ല, വീട്ടുകാർ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റില്ല. അത്രമാത്രം അതിനപ്പുറം ഒരു വാക്കില്ലാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ ചിത്രീകരിച്ച് വക്രീകരിച്ച് ഒരു പരുവമാക്കിയിരിക്കുന്നു. കൂടാതെ രണ്ടാമത്തെ പരാതി വരുമ്പോൾ ആ പരാതിക്കാരി പറയുന്നത് ആക്കിയെന്നാണ് പറഞ്ഞ് ഒരു യുവതിയെ മൃതപ്രായമാവുന്ന രീതിയിൽ റേപ്പ് ചെയ്തു എന്നാണ്, ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. കൂടാതെ അവിടെ ഒരു കൂട്ടുകാരനെ കൂടി ഒപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പല ഫോട്ടോയിലും കണ്ടിട്ടുള്ള ഫെന്നി നൈനാൻ എന്ന് പറയുന്ന അടൂരിലെ ഒരു ചെറുപ്പക്കാരനെ കൂടി ഉൾപ്പെടുത്തി. പക്ഷേ FIR എടുത്തപ്പോൾ അയാളെ പ്രതിയാക്കിയില്ല എന്നുള്ളതാണ് കാര്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കേസെല്ലാം ഫ്രെയിം ചെയ്യുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നു. അതിന് ഏറ്റവും ഉപോത്ബലകമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കോൺഗ്രസിലെ തലച്ചോറുകളാണ് എന്നുള്ളതും വഴി മനസ്സിലാക്കണം. ഇതുവഴി CPMന് 2 ലക്ഷ്യങ്ങളായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കടന്നു ചെന്ന് ഷാഫിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു CPMൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യമുള്ള പലരും കോൺഗ്രസിലുമുണ്ട് എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ CPMൻ്റെ വളരെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ പോലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ഷാഫി പറമ്പിലിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് UDF അടുത്ത ഇലക്ഷനിൽ ഒരു പ്രചരണം നടത്തി നോക്കട്ടെ. ഷാഫി മുന്നിൽ നിർത്തി പ്രചരണം നടക്കട്ടെ. നിങ്ങൾ നോക്കിയോ, കേരളത്തിലെ 140 മണ്ഡലമുണ്ടെങ്കിൽ 130 മണ്ഡലത്തിലും കോൺഗ്രസ് ജയിക്കും എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് മത്സരിപ്പിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും. പക്ഷേ അത്രമാത്രം ജനസാമാന്യം അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എത്രമാത്രം ജനസാമാന്യങ്ങൾ ഇത്തരം യുവാക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ടോ, അടുത്ത് ഇടപെടാൻ തയ്യാറാകുന്നുണ്ടോ, അവരെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതാത് പാർട്ടികളിലുള്ള ആൾക്കാർക്കും എതിർചേരിയിലുള്ളവർക്കും വളരെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു അധികാരമോഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. നിറഞ്ഞ ചിരിയും ചേർത്തുപിടിപ്പും ഒക്കെ രാഷ്ട്രീയക്കാൻ അനിവാര്യമാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന CAക്കെതിരെ ഒരു പരാതി വന്നു. 2024 2 ഇരട്ടക്കുട്ടികളുള്ള ഒരമ്മ അവരുടെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. ഭർത്താവിനെ ഇടിക്കുന്ന കാണുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നു, സ്വാഭാവികമായി ചോദ്യം ചെയ്യും. ആ സമയത്ത് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. അവരെ മാറിന് പിടിച്ച് തള്ളിയിട്ട് ചെപ്പക്കുറ്റി ചേർത്ത് അടിക്കുന്നുണ്ട് CA. അന്നും ഈ മുഖ്യമന്ത്രിക്കും അന്നത്തെ DGPക്കും ആ സ്ത്രീ പരാതി കൊടുത്തിരുന്നു ഈ CAക്കെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെ ജനം തെരഞ്ഞെടുത്തില്ല, പിന്നെ അയാൾ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അടുത്ത പ്രാവശ്യം ഇലക്ഷൻ മത്സരം തോറ്റുപോയി നോക്കുക, 1-2 പ്രാവശ്യമൊക്കെ തോറ്റു കഴിയുന്നതോടെ ഇയാൾ ഏർപ്പാട് തരും. അതല്ലെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാതിരിക്കുക, അല്ലെങ്കിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാതിരുന്ന തന്നെ രാഷ്ട്രീയത്തിൽ അയാൾ അസ്തമിക്കാമെന്ന് പറയാം. പക്ഷേ CA എന്ന് പറയുന്നവൻ നാളെ DYSP റിട്ടയർ ചെയ്യുന്ന ഒരുത്തനാണ്, നിയമം പരിപാലിക്കേണ്ട ഒരുത്തനാണ്. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടന്മാരോ അല്ലെങ്കിൽ ശശിമാരോ അതല്ലെങ്കിൽ മുകേഷുമാരോ കാണിക്കുന്ന ബലാത്സംഗ വീരന്മാരൊക്കെ അവർക്കെതിരെ കൊടുക്കുന്ന പരാതികൾ കേസ് അന്വേഷിക്കേണ്ടവനും സ്ത്രീ സുരക്ഷയും സ്ത്രീയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരുത്തനാണ് ആര്? ഈ പറഞ്ഞ CA പ്രതാപചന്ദ്രൻ. അവൻ കൊടുത്ത പരാതി മുഖ്യമന്ത്രി കണ്ടില്ല. ഇത്രയും നാൾ 1 വർഷം കഴിഞ്ഞിട്ട് കണ്ടില്ല. അതിൻ്റെ പുറത്ത് കോടതിയിൽ പോയി ആ കോടതി വഴി ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അതിൻ്റെ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് ആ CCTVയുടെ ഫൂട്ടേജ് എല്ലാം കിട്ടിയതിന് ശേഷം അവർ കോടതിയിൽ പോയി വീണ്ടും മജിസ്ട്രേറ്റോട് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അറിയുന്നത് തൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പരാതി നേരത്തെ കിട്ടിയിരുന്നു. ഒപ്പം തന്നെ അവനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ള സത്യം. അയാൾക്ക് 6 മാസം പകുതി ശമ്പളം മേടിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുകയും അതിനുശേഷം എവിടെയെങ്കിലുമൊക്കെ പോയി ഈ ഭാര്യയോടും മക്കളോടൊപ്പം
കാരണം ക്രിസ്മസ് ഒക്കെ ആണല്ലോ, കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ലാഫിഷായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു അവസരം മാത്രമേ ഉള്ളൂ. അതേപോലെ ധാരാളം പരാതി ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ പരാതികൾ, മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കൊടുത്ത പരാതികളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി അടുത്ത നമുക്കൊരു വീഡിയോയിൽ പറയാം. എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിനെ ഇഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ട് അയാളെ സമൂഹത്തിന് മുമ്പിൽ മാറ്റി നിർത്തണമെന്നുള്ള ചോദ്യത്തിൻ്റെ ആദ്യത്തെ ആവശ്യക്കാരൻ കോൺഗ്രസിലെ കുറേ ആൾക്കാർ, രണ്ടാമത്തെ ആവശ്യക്കാരൻ പിണറായി വിജയനാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കുട്ടവും കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ചാൽ ജയിക്കാൻ പറ്റുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു, ആണ്, ഇനി നാളെ ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നല്ലൊരു മന്ത്രിസ്ഥാനത്തേക്കോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ പൊതുരംഗത്തേക്കോ കേരളത്തിലെ അമ്മമാർ കണ്ടതുകൊണ്ടാണ് അയാളെ ഇത്രയും ചേർത്ത് പിടിച്ചത്. ചേർത്ത് പിടിക്കാൻ മറ്റ് രണ്ട് കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തിപരമായ വിരോധം, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, കൂടാതെ കേരളയിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ പൊളിച്ചെടുക്കുന്നത് രാഹുൽ മാങ്കുട്ടം പൊളിച്ചടുക്കിയതുപോലെ ഒരു കോൺഗ്രസ്സുകാരനും പൊളിച്ചടുക്കിയിട്ടില്ല. മറ്റു കാര്യം വന്നത്, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ കണ്ടുമടുത്ത പഴയ മുഖങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ചെറുപ്പക്കാർ കേരളത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് വന്നാൽ, നേതൃത്വത്തിലേക്ക് വന്നാൽ കേരളത്തിന് അത് ഗുണം ചെയ്യുമെന്നും തങ്ങളുടെ കൈകൾ പിടിച്ചു വളരുന്ന ബാല്യത്തിനും അത് ഗുണകരമായിരിക്കും എന്നുള്ള അമ്മമാരുടെയും സഹോദരിമാരുടെയും ആ അപേക്ഷ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അയാൾ മാറും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അയാൾ ഇതുകൊണ്ട് ഞാൻ അയാളെ വെള്ളപൂശിയതൊന്നുമല്ല. ഇതുകൊണ്ട് അയാൾ സ്ത്രീകൾക്ക് മെസ്സേജ് അയച്ചില്ലെന്നോ, സ്ത്രീകളുടെ സെക്സ് ചാറ്റ് നടത്തിയില്ലെന്നോ, പഞ്ചാര അടിച്ചില്ലെന്നോ, അല്ലെങ്കിൽ രാത്രികാലം ഹായ് അടിച്ചില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ രണ്ട് സാധ്യതകളാണ്. ഈ രണ്ട് സാധ്യതകൾ മാത്രവുമല്ല, വിവാഹിതയായ ഒരു സ്ത്രീയാണ് ആദ്യത്തെ കഥാപാത്രമായി വന്നത് എന്നതും അത് പുറത്തു കൊണ്ടുവന്നത് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കാതെ, അതിനകത്ത് മറ്റൊരു കാര്യം കൂടി വന്നു. ഈ പരാതി തയ്യാറാക്കിയ ആൾക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം, ഒരു പ്രാവശ്യം ഒരാളെ ബലാത്സംഗം ചെയ്യാൻ പറ്റും, പോട്ടെ, അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു. പക്ഷേ ബലാത്സംഗം ചെയ്തതിന് ശേഷവും ഇയാളുമായിട്ട് ചാറ്റ് നടത്തിക്കൊണ്ടിരുന്നു. കൂടാതെ പോലീസിൻ്റെ ബുദ്ധിയിലൊരു കഥയോളം ഉണ്ടായി. ഈ ഗർഭം അലസിപ്പിച്ച ഡേറ്റ് ഉണ്ടാവണം, ഗർഭം ഉണ്ടായ ഡേറ്റും ഗർഭം അലസിപ്പിച്ച ഡേറ്റും ഉണ്ടാവണം. ഈ ഗർഭം അലസിപ്പിച്ച ഡേറ്റിന് ഇടയ്ക്ക് ഇവർ പാലക്കാട് പോയിരുന്നു എന്നൊരു ഇത് വന്നു. അതെന്തായാലും കേസിൻ്റെ അന്വേഷണത്തിലോ അല്ലെങ്കിൽ കോടതിയിലോ വരുമ്പോൾ മനസ്സിലാക്കി. അങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഫ്ലാറ്റിൽ ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ചും റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ പാലക്കാട് ചെന്ന് ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാൻ ചെല്ലുമ്പോൾ വീണ്ടും അവരെ റേപ്പ് ചെയ്തു എന്നാണ് ബലാത്സംഗം ചെയ്തു എന്നാണ് പോലീസിൻ്റെ കഥ. ഈ കഥ നിലനിൽക്കത്തില്ല എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് രണ്ടാമത്തെ കഥയിൽ മൃതപ്രായമാകുന്നത് വരെ ബലാത്സംഗം ചെയ്തു. വത്സ്യായനയുടെ കാമസൂത്രം എത്ര പ്രാവശ്യം വായിച്ചാലും ഇങ്ങനെയുള്ളൊരു പുരുഷനെ ലോകത്ത് കാണാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തിയതും സ്ത്രീയുടെ സൗന്ദര്യ അംഗ വിക്ഷേപണങ്ങളും അംഗലാവണ്യങ്ങളും ഓരോ അംഗത്തിൻ്റെ പ്രാധാന്യവും ഓരോ അംഗങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് വിശദമായി എഴുതപ്പെട്ട കാമസൂത്രം, ആ കാമസൂത്രത്തിൽ പോലും ഇത്തരം ഒരു കഥാപാത്രം ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും പിണറായി വേഴ്സസ് സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല വേഴ്സസ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെറ്റീഷൻ, അതായത് കേസിലെ വാദികളായി നിൽക്കുന്നവരാരൊക്കെ ചോദിച്ചാൽ 1 പിണറായി വിജയൻ, 2 വി.ഡി. സതീശൻ, 3 രമേശ് ചെന്നിത്തല, 4 കെ മുരളീധരൻ, 5 മാത്രമേ വരുന്നുള്ളൂ. ഒന്നാമത്തെ പരാതിക്കാരി 6ാം സ്ഥാനത്ത് മാത്രമേ വരുന്നുള്ളൂ, 2ാമത്തെ പരാതിക്കാരി എന്നുള്ളതാണ് സത്യം. ആ കേസ് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു കൊല്ലം, പത്തനംതിട്ട 2 ജില്ലകളിലേക്ക്. എന്തായാലും ഞാൻ വെള്ളപൂശിയില്ല. ഈ 2 സാധ്യതകളാണ് പറഞ്ഞത്. നമ്മുടെ തലച്ചോറിലേക്ക് ഒരു സാധനം ഫീഡ് ചെയ്യപ്പെട്ടാൽ എത്ര നമ്മൾ വിചാരിച്ചാലും അത് അവിടുന്ന് പോകത്തില്ല. പോകുമ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള കാര്യം. അത് വീട് പൂട്ടിയതിന് ശേഷം വീണ്ടും കതവെ തട്ടി നോക്കത്തില്ലേ, പൂട്ട് വീണോ എന്ന് നോക്കുന്ന പോലെ രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അമ്മമാരുടെയൊക്കെ തലച്ചോറിൽ കയറി കഴിഞ്ഞു. അവിടെ നിന്ന് അവനെ എടുത്തു മാറ്റുക എന്നുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാണ്. ആ ബുദ്ധിമുട്ട് മാറ്റാക്കാൻ വേണ്ടി, അവനെ പോസിറ്റീവാക്കാൻ വേണ്ടി അവർ തലച്ചോർ പ്രവർത്തിച്ചു തുടങ്ങി. ആ പ്രവർത്തനമാണ് പാലക്കാട് മണ്ഡലത്തിൽ അയാൾ വന്നതിന് ശേഷം പിന്നീട് നടന്നത്. ഇപ്പോഴും ജനങ്ങളുടെ തലച്ചോറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അതിനെ ഏത് സൈദ്ധാന്തികമായ ബോധതലങ്ങളുടെ അഗാധങ്ങളിലെ ഉൾപ്പുളകങ്ങളായിട്ടൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസം ഞാൻ പഠിച്ചിട്ടില്ല. നന്ദി, നമസ്കാരം.